ഒരു രൂപ പോലും ചിലവില്ലാതെ കോഴിക്കോട് ജില്ലയിൽ ടൂറിസ്റ്റുകൾ ഇതേവരെ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളാട്ടെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകണം. അതിൻ്റെ മാപ്പാണ് നിങ്ങൾ എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണം, എത്ര സമയമെടുക്കും എന്നുള്ള വിവരണമാട്ടോ. നമ്മൾ അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ പ്രകൃതിരഹീനമായിട്ടുള്ള പൂക്കുന്നുമല, അമരാട് മല, അതുപോലെ തന്നെ വായലട, താമരശ്ശേരി ചുരം, പിന്നെ അമരാട് മല, അങ്ങനത്തെ പ്രകൃതി ഒരുക്കിയ തുഷാരഗിരി, അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ മലനിരകൾ കൂടെ ആട്ടോ ഇന്നത്തെ യാത്ര. അതിമനോഹരമായിട്ടുള്ള യാത്രകളിൽ നമ്മൾ ഫസ്റ്റ് പോകുന്നത് പൂക്കുന്നുമലയിൽ കേട്ടോ. പൂക്കുന്നുമല ഏകദേശം 19 കിലോമീറ്റർ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ കഴിയും കേട്ടോ. അതുപോലെ ചുറ്റും നിങ്ങൾ കണ്ടില്ലേ, മലനിരകൾ കൊണ്ട് ചുറ്റപ്പെട്ട അതിമനോഹരമായിട്ടുള്ള റോട്ടിൽ കൂടി ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എന്താ അതിൻ്റെ ഫീൽ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക റിക്വസ്റ്റാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ചുരത്തിൽ മറ്റൊരു വിശേഷം പറയാൻ വിട്ടുപോയതാണ്. ഗുഹക്കുള്ളിലൊരു പള്ളിയുണ്ട്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കണ്ടേ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ചെങ്കുത്തായ മലനിരകൾക്കിങ്ങനെ താണ്ടിയിട്ട് നേരെ നമ്മൾ എത്തുന്നത് ശരിക്കും ഹൈലൈറ്റ് ആയിട്ട് അതിമനോഹരമായിട്ട് ടൂറിസ്റ്റുകൾ വരെ കാണാത്ത പൂക്കുന്നുമല. വിശാലമായിട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കോഴിക്കോട് ബീച്ച് വരെ കാണാം. പച്ചപ്പ് നിറച്ചെന്ന് അതിമനോഹരമായിട്ടുള്ള സൺസെറ്റും സൺറൈസും സമ്മാനിക്കുന്നു. അതുപോലെ തന്നെ പറഞ്ചാവിൻ്റെ തോട്ടങ്ങൾ, അതിമനോഹരമായിട്ടുള്ള ഒരുപാട് പറവകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വംശനാശം നേരിടുന്ന പരുന്തുകളൊക്കെ ഉള്ള വിശാലമായിട്ട് ഫോട്ടോഷൂട്ടിന് പറ്റിയ റീലിടാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് നേരെ യാത്ര മറ്റൊരു സ്ഥലത്തേക്കാട്ടോ. ഇത് ചുരങ്ങളൊക്കെ നിറഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്, നമ്മളെ കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ ഒരു അറിയപ്പെടുന്ന സ്ഥലമുണ്ട്, അതായത് കക്യം. അവിടെ 2 സ്പോട്ടുകളുണ്ട് കേട്ടോ. ഒന്ന് ഡാമുണ്ട്, അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് തന്നെ മറ്റൊരു സ്ഥലം കൂടി. ഇതുണ്ടല്ലേ വിശാലമായിട്ട് സ്വിറ്റ്സർലാൻഡ് പോലെ തോന്നുന്ന പച്ചപ്പിരിച്ചെന്ന ഫോട്ടോഷൂട്ടിനും സിനിമാ ഷൂട്ടും സ്ഥിരം നടക്കുന്ന ഒരു സംഭവം. ഇത് ശരിക്കും സഞ്ചാരികളെ കണ്ണിന് കുളിർമയക്കുന്ന അല്ലേ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പാർക്കുണ്ട്, ഡാമിലാണ്, ഉരുക്കുകയാണ്. ഇതിവിടെ ഫ്രീ അല്ല, പെയ്ഡാണ്. 60 രൂപ 2 പേർക്കുണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ചതിന് ശേഷം ഇവിടുത്തെ കാഴ്ചകൾ ശരിക്കും അവസാനിക്കില്ല, അത്രയ്ക്ക് സുന്ദരം. അതുപോലെ തന്നെ മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് റൈഡിങ്ങും കാര്യങ്ങളും അല്ലെ കുതിരവണ്ടികളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇവിടെ അതുപോലെ തന്നെ മീൻ പിടിക്കുന്നതൊക്കെ പിന്നെ വിശാലമായിട്ട് മീൻ പിടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ശരിക്കും ഇവിടെ ഈ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ടിനൊക്കെ ഒരുപാട് പേരുകളുണ്ട്. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ ശരിക്കും ഇവിടെ നിന്നാണ് കിട്ടുന്നത് അല്ലേ. നിങ്ങൾ കണ്ടില്ലേ മുകളിലത്തെ നീലാകാശം, താഴെ കണ്ടില്ലേ പച്ചപ്പ് വിരിച്ചിരുന്ന മേഘങ്ങളൊക്കെ ഇങ്ങനെ ഓടി നടക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും അതുപോലെ കപ്പിൾസിനൊക്കെ വന്ന് സംസാരിക്കാൻ പറ്റിയോ, അത് റിലാക്സോട് കൂടി നിൽക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം, അതായത് കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടാൻ തന്നെ കാരണം അത്രയ്ക്ക് മനോഹരമായിട്ട് സഞ്ചാരികളെ മാടി വിളിക്കുന്ന ഒരേ ഒരു സ്ഥലമുണ്ട്. അത് നമ്മളെ സ്വന്തം കക്കയാണ്. ഇവിടെ പിന്നെ ടൂറിസ്റ്റുകൾ ഇതിപ്പോൾ ഒരു വർഷത്തോളമായിട്ട് അറിയപ്പെട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്നും കൂടി കുറച്ചും കൂടി മുമ്പോട്ട് പോയി അതിമനോഹരമായിട്ട് മറ്റൊരു സ്ഥലം പാർക്കുണ്ട്. അതുപോലെ കുട്ടികളൊക്കെ വരികയാണെങ്കിൽ ആ പാർക്കിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് കളിക്കാനും അതുപോലെ തന്നെ ഇവിടെ തന്നെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, മീൻ പിടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മീനുകളൊക്കെ കണ്ടില്ല താഴത്തോടി ഓടി കളിക്കുന്നുണ്ട്, എന്ത് ഭംഗിയാണ്. അവർ തന്നെ ഇവിടെ മറ്റൊരു പാർക്ക് കൂടി 4 സ്പോട്ടുകൾ ഇവിടെ തന്നെ ഉണ്ട്. മുകൾ ഭാഗത്ത് ഉരുകുയി, ലെഫ്റ്റ് സൈഡിൽ അതിമനോഹരമായിട്ടുള്ള ഒരു പാർക്കുണ്ട്. പിന്നെ ട്രെയിനൊക്കെ പോകുന്ന മറ്റൊരു പാർക്കുണ്ട്. ഇത് കണ്ടിട്ടും കുളിർമ, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ ഏകദേശം താമരശ്ശേരിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് വെച്ചാൽ 38 കിലോമീറ്റർ ഉണ്ട്. 38 കിലോമീറ്റർ നമുക്കൊരു 42 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താൻ കഴിയും. അപ്പം ലൊക്കേഷന് പിടിച്ചോളൂ. അപ്പോൾ നിങ്ങൾ താമരശ്ശേരി വരുന്ന ആളുകൾ ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് കാണാം. അങ്ങനത്തെ ഒരുപാട് സ്പോട്ടുകൾ ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പൂക്കുന്നുമലൊക്കെ നമുക്ക് ആസ്വദിക്കാനുണ്ട്. ഇവിടെ പിന്നെ ഏത് സമയത്തും വരാം, അങ്ങനത്തെ സമയങ്ങളൊന്നുമില്ല. മഴക്കാലത്തൊന്ന് ചില സമയത്തൊന്ന് ബ്ലോക്കാണ്. പിന്നെ കുറച്ചും കൂടി യാത്ര മുമ്പോട്ട് പോയിട്ട് മറ്റൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ യാത്രാ മധ്യേ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ മറ്റൊരു വിശേഷം പറയാൻ പോയിട്ടോ, 10 രൂപയ്ക്ക് ചായയും കടിയും ഈ പറഞ്ഞ സ്ഥലത്ത് കിട്ടും. അതായത് കക്കയം, കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ്. അതിവിശാലമായിട്ട് പരന്നു നടക്കുന്ന റോട്ടിലൂടെ യാത്ര ചെയ്യുന്ന ശരിക്കും നമ്മൾ ഞെട്ടിക്കുന്ന തുഷാരഗിരിയിട്ട വെള്ളച്ചാട്ടാട്ടോ. ഏകദേശം 100 അടി ഹൈറ്റിൽ നിന്ന് കുത്തനൊലിക്കുന്ന വെള്ളച്ചാട്ടം സഞ്ചാരികൾക്ക് കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്നു. അതുപോലെ തന്നെ പരന്നു കിടക്കുന്ന ഒരുപാട് മലനിരകൾ ഇവിടെ കാണാം. അവിടെ അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഏത് സമയത്തും വരാൻ പറ്റുന്നതാണ്. മഴക്കാലത്ത് ചില സമയങ്ങളിൽ ബ്ലോക്ക് ഉണ്ടാവാറ്, എന്നാലും കുഴപ്പമില്ല, നല്ല സുന്ദരം. അതുപോലെ തന്നെ ഇവിടുത്തെ കാറ്റും തണുപ്പും പ്രകൃതിയും ഒക്കെ അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള. അതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇവിടെ സൈഡിലായിട്ടാണ്. മുകളിലോട്ട് വരുന്ന വിശാലമായിട്ട് ഇരുന്ന് സംസാരിക്കാനും റിലാക്സ് ചെയ്യാനും പറ്റിയ ഒരേ ഒരു സ്ഥലം. പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ നമുക്ക് എന്താ പറയുക, കുറച്ച് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ സൈഡ്
ലെഫ്റ്റ് സൈഡായിട്ടും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഇവിടെ മുയലിറച്ചി അതുപോലെ തന്നെ താറാവിറച്ചി നല്ല ഫുഡൊക്കെ, അതായത് പിന്നെ തട്ടുകട ഫുഡൊക്കെ. പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് യാത്ര ചെയ്താൽ ശരിക്കും പിന്നെ കണ്ണിന് കുളിർമയേകുന്ന മറ്റൊരു സ്ഥലം കൂടി ഉണ്ട്, നാരങ്ങാത്തോട്. കുറച്ച് ഡേഞ്ചറാണ്, അവിടേക്ക് അങ്ങനെ പ്രവേശനം ഉണ്ടാവാറില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഏകദേശം താമരശ്ശേരിയിൽ നിന്ന്, പിന്നെ താമരശ്ശേരി ചുരം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ കാണുന്ന 4-ാം വളവിലാണ് നമ്മളെ ഗുഹക്കുള്ളിലെ പള്ളി. കാരണം ഒരുപാട് കാലങ്ങളായിട്ടൊന്നും അറിയപ്പെട്ടില്ല, പടുത്തായിട്ട് അറിയപ്പെടുന്ന നേർച്ചകളും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു ഗുഹ. കണ്ടില്ലേ നമ്മളെ കുരങ്ങുകൾ, 2-3 വർഗ്ഗം കുരങ്ങുകളുണ്ട്. ഇവരൊക്കെ ശ്രദ്ധിക്കണ, അക്രമ സ്വഭാവം കാണിക്കാത്ത കറുത്ത കുരങ്ങാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അതിൻ്റെ പേരറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സിംഹവാലനാണോ എന്നറിയില്ല. അതിലും സുന്ദരത്തെ ഇവിടുത്തെ ക്ലൈമറ്റാണ്, കോടമഞ്ഞൊക്കെ നിറഞ്ഞു നടക്കുന്ന ഒരു ക്ലൈമറ്റിലായിരുന്നു ഞാൻ പോയത്. പക്ഷേ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ട്, ചില ഭാഗത്തൊന്നും ക്ലൈമറ്റില്ല. അതുപോലെ തന്നെ വിശാലമായിട്ട് മറ്റൊരു കാഴ്ച വെച്ചാൽ ഇവിടെ നോളജ് സിറ്റിയൊക്കെ താഴേക്ക് നോക്കിയാൽ ആ കാണുന്നുണ്ട്, അത് നോളജ് സിറ്റിയാണ്. പലരും ചോദിക്കാറുണ്ട് നോളജ്. അതുപോലെ തന്നെ ഇവിടുത്തെ KSRTC ഒക്കെ വരുന്ന വരവ് കണ്ട ശരിക്കും നല്ല അത്ഭുതപ്പെട്ടു. അത്രയ്ക്ക് കുളിർമയേക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന കേരളത്തിൽ, അതും ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയേ. കണ്ടില്ല ആ കാഴ്ചകൾ ശരിക്കും കോടങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന് കോടക്കെട്ടുകൾ, പിന്നെ കുട്ടികളും പിന്നെ മുതിർന്നവർക്കൊക്കെ പോകാൻ പറ്റിയ സ്ഥലം. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലം കൂടി ഉണ്ട്, ആ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അതിൽ മറ്റൊരു ദിവസമായിരുന്നു പ്ലാൻ ചെയ്തത്, അത് വണ്ടിയിലാണ്. അപ്പം വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന ചളിയും കൊണ്ടും നിറഞ്ഞൊരു സ്ഥലമാണ്. അതിലങ്ങനെ വണ്ടികളൊക്കെ ബ്ലോക്കാണ്. ശരിക്കും ഇത് അമരാട് മലയിലുള്ള ഒരു രംഗാട്ടങ്ങൾ, കാരണം പൂക്കുന്ന മലകളുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ റിക്വസ്റ്റ്, പൂക്കുന്നുമല ശരിക്കും സൗന്ദര്യവൽക്കുന്ന ഫോട്ടോഷൂട്ടിന്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ വിശാലമായിട്ട് മലമുകളിൽ പരന്നെടുക്കുന്ന ട്രക്കിങ്ങിന് വന്നപ്പോഴുള്ള കാഴ്ചകളാണ്. ഇതൊന്നും നമ്മൾ കണ്ടില്ല, പിന്നെ നിങ്ങൾ ജീവിച്ചിരിപ്പിക്കുന്ന ഒരു അർത്ഥം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, ലൈക്കും കമൻറ്റും ഷെയർ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ വന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ ബൈ.